വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. കഴിഞ്ഞ ഇഗ്മ ഷോയിൽ നമ്മളെല്ലാവരും ഞെട്ടിച്ചൊരു ബ്രാൻഡാണ് ഹീറോ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് നല്ല പുതിയ വണ്ടികളാണ് അവരന്ന് കൊണ്ടുവന്നത്. അവരന്ന് ഏറ്റവും പുതിയ എക്സ്പൾസിൻ്റെ 421 കാണിച്ചായിരുന്നു. ആ വണ്ടിയുടെ സ്കെച്ചും കാര്യങ്ങളൊക്കെ അവർ കാണിച്ചായിരുന്നു. ഉടനെ തന്നെ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടുവരുമെന്നും അവർ പറഞ്ഞു. അതായത് നമ്മുടെ ഹിമാലയൻ 450ക്കും ADV 390ക്കും റൈവലായിട്ട് ഹീറോയുടെ ഭാഗത്തു നിന്ന് ഒരു ADV ബൈക്ക്. അപ്പം ആ വണ്ടിയുടെ ഡിസൈൻ ഇപ്പോൾ പേറ്റൻറ്റ് ചെയ്തൊക്കെയാണ്. ഹീറോ അത് കൊണ്ടുവരുന്ന കൺഫേം ആക്കിയിട്ടുണ്ട്. ഡിസൈൻ അവർ പേറ്റൻറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആ സ്കെച്ചിൽ കണ്ട പോലെ ഞാൻ വണ്ടി ഇരിക്കുന്നത്, അതായത് നമ്മുടെ എക്സ്പൾസ് പോലത്തെ ഒരു ട്രെയിൽ ബൈക്കോ അല്ലെങ്കിൽ ഒരു മഡ് ബൈക്കോ ആ ഒരു ഡിസൈൻ അല്ല. ഇത് കുറച്ചുകൂടെ വലിയൊരു നമ്മളൊരു ലിറ്റർ ക്ലാസ് സെഗ്മെൻറ്റിലാണ് കാണുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ADV ബൈക്കിൻ്റെ ഡിസൈനിലാണ് ഇത് വരുന്നത്. അതായത് നമ്മുടെ ADV 390യും ഹിമാലയനും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ലോങ് പോകാൻ പറ്റിയ, ഓഫ് റോഡും കൊണ്ടുപോകാൻ പറ്റിയ ഒരു പ്രോപ്പറായിട്ടുള്ള ADV ലുക്കിലാണ് ഈ വണ്ടി വരുന്നത്. നമ്മുടെ ഹോണ്ടയുടെയൊക്കെ ഇൻ്റർനാഷണൽ ഉള്ള വലിയ ADV ബൈക്കുകളുടെ ഡിസൈനാണ് ഇതിലും കൊടുത്തേക്കുന്നത്. ആ ഒരു ഇൻസ്പിറേഷനാണ് നമുക്ക് മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. വണ്ടിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പെരിമീറ്റർ ഫ്രെയിമാണ് വന്നേക്കുന്നത്. അത് ഡിസൈനിൽ എക്സ്പോസ്ഡായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ളൊരു എൻജിൻ ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതായത് പ്രോപ്പറായിട്ട് ഏത് റഫായ ടെറയിലും വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സൂചനയാണ് അങ്ങനെ നല്ല തിക്കായിട്ടുള്ളൊരു എൻജിൻ ഗാർഡൊക്കെ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ വണ്ടി നോക്കുകയാണെങ്കിൽ നക്കിൾ ഗാർഡൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല ഉയർന്നൊരു വിൻ വൈസറാണ് കൊടുത്തേക്കുന്നത്. ഒരുപക്ഷെ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും, എങ്കിലും അത് ഫംഗ്ഷനായ നല്ല പോലെ തന്നെ ഒരു വിൻ വൈസറാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ വലിയൊരു ടാങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ സ്പേസ് ആയിട്ടുള്ള സ്കൂപ്പ് ആയിട്ടുള്ള സീറ്റാണ് വന്നേക്കുന്നത്. നമ്മൾ ആ ഒരു എക്സ്പൾസ് 220 കണ്ട പോലത്തെ ഒരു സീറ്റാണ് ഇതിലും വന്നേക്കുന്നത്. ഏതാണ്ട് ആ ഒരു ഡിസൈനാണ്. പ്രോപ്പറായിട്ടുള്ള ഒരു ADVക്ക് വരുന്ന പോലെ തന്നെ സെമി ഫെയറിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. പിന്നെ നല്ല റഗ്ഗായിട്ടുള്ള ലഗേജ് റാക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ വണ്ടി നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ADVയുടെ ലുക്ക് വണ്ടി തരുന്നുണ്ട്. അതേപോലെ തന്നെ സ്പോക്ക് വീൽസാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. അതും നമുക്ക് ടഫായിട്ടുള്ള ടെറൈനിൽ കൊണ്ടുപോകാൻ വേണ്ടി സ്പോക്ക് വീൽസാണ് അവർ കൊടുത്തേക്കുന്നത്. ഇതൊരു 19 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽസ് ആയിരിക്കും ഫ്രണ്ടിൽ വരാൻ പോകുന്നത്. 18 ഇഞ്ചായിരിക്കും റിയറിൽ വരാൻ പോകുന്നത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഈ വണ്ടിയുടെയും ഒരു പ്രോ വേർഷൻ ഉണ്ടാവുമെന്നും പറയുന്നുണ്ട്. ഈ വണ്ടിക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഇഗ്മയിൽ കാണിച്ച പോലെ തന്നെ ഗോൾഡൻ കളറിലൊരു USD ഫോക്കായിരിക്കും വരുന്നത്. അതിന് ചിലപ്പം അഡ്ജസ്റ്റബിലിറ്റിയും കാണും. അല്ലെങ്കിൽ ചിലപ്പം ഇതിൻ്റെ പ്രോ വേർഷനിലായിരിക്കും അവർ അഡ്ജസ്റ്റബിലിറ്റി കൊടുക്കാൻ പോകുന്നത്. പ്രോ വേർഷനിൽ കുറച്ചുകൂടെ ഗ്രൗണ്ട് ഗിയേഴ്സും ഫുള്ളി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഷോക്കുകളും അതേപോലെ തന്നെ ഇത്ര സൈസുള്ള ടയറും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പ്രോ വേർഷനിൽ കാണും. എന്തായാലും നമ്മുടെ എക്സ്പൾസിന് പ്രോ വേർഷൻ ഉള്ള പോലെ തന്നെ ഇതിനും പ്രോ വേർഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇതിന് എഞ്ചിൻ നോക്കുകയാണെങ്കിൽ ഒരു 471cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനായിരിക്കും ഇതിനുണ്ടാകുമെന്നാണ് പറയുന്നത്. അതിന് ഏകദേശം 40 HP മിനിമം എങ്കിലും പവർ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ 40 Nm ടോർക്ക് ഉണ്ടാകുമെന്നും പറയുന്നുണ്ട്. ആദ്യമായിട്ട് ഈ വണ്ടി ഇങ്ങനെ വരാൻ പോകണമെന്ന് പറയുമ്പോൾ നമ്മളൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിൽ ഈ ഒരു വണ്ടിക്ക് 40 HP പവറെന്ന് പറയുന്നത് എല്ലാവരും പുച്ഛിച്ച് തള്ളിയായിരുന്നു. അതായത് ഹീറോയുടെ വണ്ടിക്കൊന്നും ഇത്രയും പവറൊന്നും കാണാൻ പോകുന്നൊന്നുമില്ല. വളരെ പവർ കുറഞ്ഞൊരു വണ്ടിയായിരിക്കും. വില കുറയ്ക്കാൻ വേണ്ടി പവർ നല്ലപോലെ കുറച്ച് നമുക്കൊരു ADV 390 ആയിട്ടോ ഹിമാലയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഹീറോയുടെ വണ്ടി എന്നൊക്കെ പറയുന്ന ഒന്നര കമൻറ്റ് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതെല്ലാം ഹീറോ തിരുത്തി പറയിച്ചു. ഇഗ്മയിൽ നോക്കുകയാണെങ്കിൽ അവർ 2 വണ്ടികൾ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അവരുടെ പൊട്ടൻഷ്യൽ എന്തോരാണെന്ന്. അതായത് അവർ എക്സ്ട്രീമിൻ്റെയും കരീസ്മയുടെയും 250cc വേർഷൻ അവതരിപ്പിച്ചായിരുന്നു. നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ ഹീറോ ആണ് ഒരു 250cc കപ്പാസിറ്റിയിൽ 30 HP പവറുള്ള വണ്ടി ഇറക്കിയേക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ നോർമൽ കാരിസ്മ നോക്കിയാലും 210cc എഞ്ചിനിൽ 25 HP പവർ അവരുണ്ടാക്കുന്നുണ്ട്. അപ്പം ഇത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് 40 HP മേലെ പവറുള്ള 401cc എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതവരിപ്പം തെളിയിച്ച് കഴിഞ്ഞേക്കുകയാണ്. അപ്പം എന്തായാലും നമ്മുടെ ഹിമാലയനും അതേപോലെ തന്നെ ADV 390ക്ക് നല്ല കോമ്പറ്റീഷൻ ആയിരിക്കും ഈ ഒരു വണ്ടി വരാൻ പോകുന്നത്. നല്ല ഫീച്ചേഴ്സും അവർ കൊടുക്കും. നോർമലായിട്ട് നമുക്ക് ഇപ്പോൾ അറിയാം എല്ലാ വണ്ടിയിലും കാണുന്ന പോലെ തന്നെ കളർ TFT ഡിസ്പ്ലേ ഇതിലുണ്ടാകും. അതേപോലെ തന്നെ അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും ഫോൺ കണക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും നാവിഗേഷനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണും. പിന്നെ ഈ വണ്ടിയിൽ ചിലപ്പം റൈഡ് ബൈ വയർ ആയിരിക്കും. അതേപോലെ തന്നെ ABS മോഡുകൾ കാണും, ട്രാക്ഷൻ കൺട്രോൾ കാണും. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വണ്ടിയിൽ കാണും. പിന്നെ ഇതൊരു ഹീറോയുടെ വണ്ടി ആയതുകൊണ്ട് തന്നെ കോമ്പറ്റീഷനുള്ള ബാക്കിയുള്ള വണ്ടികളായിട്ട് കമ്പയർ ചെയ്യുന്നിടത്ത് ഇതിന് ചിലപ്പം വില കുറവായിരിക്കും. ബാക്കിയുള്ള വണ്ടികളെക്കാളും നല്ലപോലെ വില കുറച്ചായിരിക്കും ഹീറോ അവരുടെ വണ്ടി ഇറക്കുന്നത്. അത് നോർമലി അങ്ങനെയാണ്. അപ്പം നമുക്ക് നല്ല അഫോർഡബിളായ പ്രൈസിൽ നല്ലപോലെ കേപ്പബിളായ നല്ല ലുക്കുള്ള ഒരുപാട് ഫീച്ചേഴ്സുള്ള ഒരു ADV ആയിരിക്കും ഹീറോയുടെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.